രാഹുൽ ഗാന്ധിക്ക് നാമനിർദ്ദേശ പത്രിക ഡാൻ കുര്യൻ അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്രമേൽ വലിയ ആൾക്കൂട്ടത്തിനിടയിലാണ് ഡാൻ കുര്യൻ. അതുകൊണ്ടാണ് അവ്യക്തത ഉണ്ടാകുന്നത്. വലിയ ആൾക്കൂട്ടം എന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ അത് ഒരു ശക്തി പ്രകടനമാക്കി മാറ്റണം എന്ന കൃത്യമായ വിലയിരുത്തൽ മുൻധാരണ കോൺഗ്രസിനുണ്ടായിരുന്നു. ആ ധാരണ പ്രകാരം തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 7 നിയമസഭകളിൽ നിന്നുള്ള പ്രവർത്തകരെ അടക്കം എത്തിച്ചുകൊണ്ട് UDFന്റെ ഘടകകക്ഷികളിൽപ്പെട്ട പ്രവർത്തകരെ അടക്കം എത്തിച്ചുകൊണ്ട് ലീഗ് പ്രവർത്തകരെ കഴിയുന്നത്ര ഭാഗമാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴും ഈ ദൃശ്യങ്ങളിൽ ഈ നിമിഷവും കൗതുകമുണ്ടാക്കുന്നത് അധികം കൊടിതോരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കോൺഗ്രസിന്റെ പതാക പോലും നമുക്ക് വളരെ കുറച്ചാണ് കാണാൻ സാധിക്കുന്നത്. മറിച്ച് രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാത്രമാണ് എല്ലാവരും കയ്യിൽ എന്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ജാഥയുടെ അവസാന ഘട്ടത്തിൽ ജാഥയുടെ ഏറ്റവും ഒടുവിലായി അത്തരത്തിൽ വലിയ കൊടിതോരണങ്ങൾ ഉണ്ടോ എന്നതിൽ അവ്യക്തതയുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ പതാകകൾ വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറിച്ച് രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബലൂണുകൾ ഉൾപ്പെടെ ഉള്ള വർണ്ണത്തോരണങ്ങളുമായി മാത്രമുള്ള ഒരു പ്രകടനം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ 2019 സമാനമായ ഒരു തരത്തിൽ പ്രകടനം നടന്നപ്പോൾ അത് ദേശീയ തലത്തിലടക്കം BJP വലിയ ആയുധമാക്കി മാറ്റിയ സാഹചര്യം ഉണ്ടാകുന്നു. മുസ്ലിം ലീഗിന്റെ പതാക ഉത്തരേന്ത്യയിൽ കാണിച്ചത് അത് പാകിസ്ഥാന്റെ പതാകയാണ് എന്നാണ്. രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാന്റെ പിന്തുണയാണ് ലഭിക്കുന്നത് എന്ന തരത്തിലായിരുന്നു BJPയുടെ വിമർശനങ്ങൾ. BJP അതിനെ രാഷ്ട്രീയമായി മുതലെടുത്തത്. ഒരു പക്ഷേ എന്തുകൊണ്ടോ ഈ പ്രകടനത്തിൽ നമുക്ക് അങ്ങനെ നിരവധി പതാകകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ അങ്ങനെ പോലും ഒരു കരുതൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട് എങ്കിൽ അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. അനുമോദ്, എനിക്ക് 2019 ആ ദൃശ്യങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ കൗതുകമായി തോന്നുന്നത് അങ്ങനെ വലിയൊരു കൊടികൾ കോൺഗ്രസിന്റെ കൊടിയൊന്നും അധികമായി കാണുന്നില്ല. അങ്ങനെയാണ് പൊതുവെ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു അവസാനത്തിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല. അത്രമേൽ വലിയ ആൾക്കൂട്ടമാണല്ലോ. അഭിലാഷ്, കോൺഗ്രസിന്റെ ഏറെ മുൻകരുതലോടെയുള്ള എന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ശൈലിയിലുള്ള പ്രചരണമാണ് നമ്മൾ കാണുന്നത്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുവാൻ പതാക വീശിയത് BJP വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ പിന്തുണയാണ് രാഹുൽ ഗാന്ധിക്ക് മലബാറിൽ എന്ന തരത്തിലാണ്. അതായത് അവർക്ക് കേന്ദ്രത്തിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ സാധിക്കുമെന്നാണ് BJP കരുതുന്നത്. എന്നാൽ ഇത്തവണ അതിനുള്ളൊരു അവസരം കൊടുക്കാതെ മുൻപ് സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നേറുന്ന ഒരു കോൺഗ്രസിനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു, രാഹുൽ ഗാന്ധിക്കൊപ്പം എല്ലാവരെയും അണിനിരത്തുന്നു. എന്നാൽ രാഷ്ട്രീയ എതിരാളികൾക്ക് അത് മറ്റൊരു പ്രചാരണത്തിനുള്ള അവസരം കൊടുക്കാത്ത രീതിയിൽ ആസൂത്രിതമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് ഇവിടെ കാണുന്നത്. അതൊരു പ്രൊഫഷണൽ ശൈലിയിൽ തന്നെ മുൻപുണ്ടായിരുന്ന വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് നമുക്ക് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ മനസ്സിലാവുന്നത്. രാഹുൽ ഗാന്ധിയുടെ ചിത്രം അതുതന്നെയാണ് പ്രധാനപ്പെട്ടത്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഒന്ന് മാത്രം മതി. മറ്റു തരത്തിലുള്ള ഘടകകക്ഷികളുടെ പതാകകളോ കോൺഗ്രസിന്റെ തന്നെ പതാകകളോ കൂടുതൽ ഉപയോഗിക്കാതെ, കോൺഗ്രസിന്റെ കൊടി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗ് പ്രവർത്തകർ അവരുടെ കൊടി വീശും, മറ്റു സംഘടനകൾ അവരുടെ കൊടി വീശും. അതൊക്കെ ഏതെല്ലാം തരത്തിൽ വളച്ചൊടിക്കപ്പെടുമെന്ന് പറയാൻ കഴിയില്ല. ആ കാര്യം മുൻനിർത്തി തന്നെയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്ന് നമുക്ക് സംശയലേശമന്യേ പറയാൻ സാധിക്കും. മുൻപത്തെ അബദ്ധങ്ങൾ അല്ലെങ്കിൽ മുൻപ് എതിരാളികൾ മുതലെടുത്ത കാര്യങ്ങൾക്ക് അവസരം കൊടുക്കാതെ മുന്നോട്ട് പോവുക എന്ന വളരെ തന്ത്രപരമായ നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത്. വളരെ ബുദ്ധിപൂർവമായ നീക്കം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ തന്നെ. ഇനിയും കിലോമീറ്റർ നീണ്ടു കിടക്കുകയാണ് കളക്ടറേറ്റിലേക്കുള്ള പാത. അദ്ദേഹത്തിന്റെ ഈ ഒരു റോഡ് ഷോ നിശ്ചയിച്ചതിലും വൈകിയാണ് തുടങ്ങിയത്. ഒരുപാട് സമയം എടുത്തു തന്നെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഒരുപക്ഷെ നിശ്ചയിച്ച സമയക്രമങ്ങളെല്ലാം തെറ്റിച്ചു തന്നെയായിരിക്കും ഇത് കളക്ടറേറ്റിൽ എത്തുകയും ചെയ്യുക. എന്നാണെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവർത്തകരുടെ ആവേശം ഒട്ടും ചോരാതെ മണിക്കൂറുകളായി അവർ കാത്തു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി, അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി. കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം തന്നെയാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. രാഹുൽ ഗാന്ധി എന്തു പറയുന്നു, രാഹുൽ ഗാന്ധിക്ക് ദേശീയ തലത്തിലുള്ള കാര്യങ്ങളിൽ, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ
സമകാലീന വിഷയങ്ങളിൽ ഒപ്പം തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് കഴിഞ്ഞ 5 വർഷം താൻ ഇവിടെ ചെയ്ത കാര്യങ്ങൾ, അവർക്ക് നൽകിയ ഉറപ്പുകൾ, ഇനി അവർക്ക് നൽകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വയനാട്ടെ ഓരോ ചെറിയ ചലനം പോലും ദേശീയ തലത്തിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നത് കേൾക്കുക, അല്ലെങ്കിൽ വയനാട്ടിൽ എന്ത് സംഭവിക്കുന്നു കാണുവാൻ വേണ്ടി തന്നെയാണ് ദേശീയ തലത്തിലുള്ള നിരീക്ഷകരും ഉള്ളത്. സ്വാഭാവികമായിട്ടും രാഹുലിന്റെ വാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം SDPI UDF പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ കെ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന രാഹുൽ ഗാന്ധി ഇതിന് മറുപടി നൽകണമെന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി മറുപടി നൽകിയില്ലെങ്കിൽ പോലും SDPIയുടെ വോട്ടുകൾ കോൺഗ്രസ് നേടുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയാണ് കോൺഗ്രസിന് എന്ന തരത്തിലാണ് ദേശീയ തലത്തിൽ BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണം വരിക. അത്തരത്തിൽ ദേശീയ തലത്തിൽ വലിയ തോതിൽ BJPക്ക് ഗുണം കിട്ടുന്ന തരത്തിലേക്ക് ഈ വിഷയങ്ങൾ പ്രചരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തി വളരെ ശ്രദ്ധയോടെ തന്നെയാണ് കോൺഗ്രസിന്റെ ഈ തവണത്തെ പ്രചരണം തുടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഈ റാലിയിൽ അദ്ദേഹത്തിന്റെ ഫ്ലക്സ്, അദ്ദേഹത്തിന്റെ ചിത്രം മാത്രം, അദ്ദേഹത്തിന്റെ ഫോട്ടോ മാത്രമാണ് മുഖ്യമായിട്ടും പ്രവർത്തകർ കയ്യിലെന്തുന്നത് എന്നതുപോലും കോൺഗ്രസ് നടത്തുന്ന മുൻധാരണയോടെ കരുതലോടെയുള്ള നീക്കത്തിന്റെ തെളിവാണ്. എന്നാണെങ്കിലും വലിയ ആവേശമാണ്, കനത്ത ചൂടാണ്, റമദാൻ കാലമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ കാണുവാൻ, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുവാനും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് ഞങ്ങളെന്ന് ഉറക്കെ പറയുവാനും വേണ്ടി പ്രവർത്തകർ ദൂരങ്ങളിൽ നിന്ന് പോലും, മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുമെല്ലാം പ്രവർത്തകരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ ആവശ്യത്തിലാണ് കൽപ്പറ്റയുള്ളത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. നിശ്ചയിച്ചതിലും വൈകിയാണ് തുടങ്ങിയിരിക്കുന്നത്, നിശ്ചയിച്ചതിലും വൈകിയാണ് മുന്നോട്ട് പോകുന്നത്. എന്തു തന്നെയാണെങ്കിലും പ്രവർത്തകരെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ഈ സാന്നിധ്യം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുക, അദ്ദേഹത്തെ കാണുക, അദ്ദേഹത്തിന് അഭിവാദ്യം നൽകുക, അദ്ദേഹത്തിന് ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിക്കുക. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സന്ദേശം കൂടി നൽകുകയാണ് UDF. സ്വാഭാവികമായിട്ടും നമ്മളിവിടെ നിൽക്കുന്നത് അദ്ദേഹത്തെ കേൾക്കുവാനാണ്. അല്പസമയത്തിനകം, ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രധാനമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഇന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷമാണ് അടുത്ത ഘട്ട പര്യടനത്തിന്റെ കാര്യങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാവുക. രാഹുൽ ഗാന്ധി ഇനി എന്ന് വരും, എവിടെയെല്ലാം പോകും, ഏതെല്ലാം മണ്ഡലങ്ങൾ അദ്ദേഹത്തിന്റെ സേവനം ഉണ്ടാകും എന്നത് ഇന്ന് അറിയാൻ കഴിയും. വരും ദിവസങ്ങളിൽ BJPയുടെ കേന്ദ്ര നേതാക്കൾ കൂടുതലായി വയനാട്ടിലേക്ക് എത്താനിരിക്കെ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ എന്തു പറയുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അഭിലാഷ്. റൈറ്റ്, വയനാട്ടിൽ ശക്തി പ്രകടനമാക്കി മാറ്റിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വരവ്. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം വാഹന പ്രചരണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റാലിയായി ആണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പുറപ്പെട്ടിട്ടുള്ളത്. 12 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക റാലിയായി എത്തി സമർപ്പിക്കും എന്നുള്ളതാണ്. എങ്കിൽ ഇപ്പോൾ റാലി ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ആരംഭിച്ചത്. വയനാട്ടിൽ ഇന്ന് നല്ല കാലാവസ്ഥ എന്ന് തന്നെ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അത്രമേൽ വലിയ ചൂടിലേക്ക്